ആകാശത്തിന്റെ ഉയരത്തിൽ നിന്ന് ആർത്തലച്ചു വീഴുന്ന ആ വെള്ളച്ചാട്ടത്തിനു മുന്നിൽ റാലിയുടെ വായിൽ നിന്നൊരു വാക്കുതിർന്നു. മടങ്ങാം. അതൊരു കൽപ്പനയായിരുന്നില്ല, മറിച്ച് ഒരു സ്വപ്നത്തിന്റെ ചരമഗീതമായിരുന്നു. മുന്നോട്ടു പോകുമ്പോൾ ഞങ്ങളുടെ തുഴകൾക്ക് പ്രതീക്ഷയുടെ താളമുണ്ടായിരുന്നു. എന്നാൽ ഈ മടക്കയാത്ര, ഓരോ തവണ തുഴ വെള്ളത്തിൽ വീഴുമ്പോഴും പരാജയത്തിന്റെ ആഴങ്ങളിലേക്ക് ഞങ്ങൾ താണുപോകുന്നതുപോലെ. പോകുമ്പോൾ കൗതുകം നിറച്ച അതേ പുഴവഴികൾ ഇപ്പോൾ ഞങ്ങളെ നോക്കി നിശബ്ദമായി പരിഹസിക്കുകയാണ്. എന്നിട്ട് സ്വർണം കിട്ടിയോ എന്ന് ഓരോ മരവും ഓരോ പാറയും ചോദിക്കുന്നതുപോലെ. വയറ്റിലെ കത്തുന്ന തീയായിരുന്നു ഏറ്റവും വലിയ പരീക്ഷണം. അവസാനത്തെ ഉണക്കറൊട്ടിയും ഓർമ്മയായിട്ട് ദിവസങ്ങളായി. വിശപ്പിന്റെ ഭ്രാന്തിൽ കാട് തരുന്നതെന്തും ഞങ്ങൾ കഴിച്ചു. കയ്പും ചവർപ്പുമേറിയ കിഴങ്ങുകൾ, വിഷമില്ലെന്നുറപ്പില്ലാത്ത ഇലകൾ. ചിലപ്പോൾ മരപ്പൊത്തുകളിൽ കാണുന്ന പുഴുക്കളെ വരെ കഴിക്കേണ്ടി വന്നപ്പോൾ സ്വർണം തേടിയിറങ്ങിയ യാത്രയുടെ വിധിയോർത്ത് ഉള്ളാല ചിരിച്ചു. മഴക്കാലം തുടങ്ങിയതോടെ ഒറിനോക്കോ അവളുടെ സൗമ്യഭാവം ഉപേക്ഷിച്ചു. കലങ്ങിമറിഞ്ഞ് ഒരു ഭീകരസത്വത്തെപ്പോലെ അവൾ കരകളെ വിഴുങ്ങാൻ തുടങ്ങി. ഒഴുക്കുകൂടി. വള്ളം മുന്നോട്ടല്ല പിന്നോട്ടാണ് പോകുന്നതെന്ന് തോന്നി. രാത്രികളിൽ ആകാശമൊന്നാകെ പെയ്തിറങ്ങുമ്പോൾ നനഞ്ഞൊട്ടിയ ശരീരവുമായി ഞങ്ങൾ വിറച്ചിരുന്നു. ഉറക്കത്തിൽ പലരും തേങ്ങി. ഇംഗ്ലണ്ടിലെ വീടിന്റെ ചൂടിനെക്കുറിച്ചോർത്ത്, അമ്മയുടെ മുഖമോർത്ത്. യാത്രയുടെ തുടക്കത്തിൽ ഞങ്ങളെ വീരന്മാരെപ്പോലെ സ്വീകരിച്ച ആദിവാസി ഗ്രാമങ്ങളിൽ ഞങ്ങൾ വീണ്ടുമെത്തി. ഒരു പറ്റം പ്രേതങ്ങളെപ്പോലെ വന്നിറങ്ങിയ ഞങ്ങളെ കണ്ട് അവരുടെ കണ്ണുകളിൽ അത്ഭുതമായിരുന്നില്ല, അനുകമ്പയായിരുന്നു. എല്ലുന്തി, കണ്ണുകൾ താഴ്ന്ന്, കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങളുമായി മനുഷ്യരൂപം നഷ്ടപ്പെട്ട ഒരു കൂട്ടം. അവർ ഭക്ഷണം തന്നു, പക്ഷെ ആരും മെനോവയെക്കുറിച്ചൊരു വാക്കുമിണ്ടിയില്ല. ഞങ്ങളുടെ ശൂന്യമായ കണ്ണുകൾ ആ കഥ മുഴുവൻ പറയുന്നുണ്ടായിരുന്നു. എല്ലാ വേദനകളെക്കാളും വലുത് വഴിയിൽ നഷ്ടപ്പെട്ട കൂട്ടുകാരുടെ ഓർമ്മയായിരുന്നു. ഓരോ പുഴവളവിലും ഒരു മുഖം ഓർമ്മ വരും. ഇവിടെ വെച്ചാണ് ജോണിനെ പുഴയെടുത്തത് എന്ന്, അവിടെയാണ് തോമസ് പനിച്ചു മരിച്ചത്. അവരുടെ മരണം വെറുതെയായല്ലോ എന്ന ചിന്ത ഉള്ളിലൊരു കനലായി എരിഞ്ഞു. എന്തിനുവേണ്ടി? ഇല്ലാത്ത ഒരു സ്വർണത്തിനുവേണ്ടി. തടവുകാരനായ സ്പാനിഷ് ഗവർണർ ബെറിയോ ഇതെല്ലാം കണ്ടൊരു മൂലയിലിരുന്ന് നിഗൂഢമായി പുഞ്ചിരിച്ചു. അയാളുടെ നോട്ടം പറയുന്നുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞത് കേൾക്കാത്തതിന്റെ ഫലമാണിത്, അനുഭവിച്ചോളൂ. എന്നാൽ റാലി അയാളെ ഒന്നും ചെയ്തില്ല. ഇവനാണ് നമ്മുടെ രക്ഷാകവചം എന്നു മാത്രം പറഞ്ഞു. ആഴ്ചകൾ നീണ്ട ആ നരകയാത്രയ്ക്കൊടുവിൽ ഒരിനോക്കോയുടെ കവാടം ഞങ്ങൾ വീണ്ടും കണ്ടു. ദൂരെ കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന ഞങ്ങളുടെ വലിയ കപ്പലുകൾ കണ്ടപ്പോൾ എന്തെന്നില്ലാത്ത ഒരാശ്വാസം ഞങ്ങളെ പൊതിഞ്ഞു. കാടിന്റെ ഈ പച്ചത്തുരുത്തിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടുകയാണ്. ആ വലിയ കപ്പലിലേക്ക് ഒരു പറ്റം യാചകരെപ്പോലെ ഞങ്ങൾ കയറി. 100 പേർ ഇറങ്ങിപ്പോയ സ്ഥാനത്ത് 40-ൽ താഴെ മാത്രം ജീവനുള്ള ശരീരങ്ങൾ തിരികെ. ബാക്കിയെല്ലാം ആ കാട് കവർന്നെടുത്തു. കപ്പലിന്റെ സുരക്ഷിതത്വത്തിൽ സ്വന്തം കിടക്കയിൽ ചെന്ന് വീണപ്പോൾ പലരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി. റാലി മാത്രം കരഞ്ഞില്ല. കപ്പലിന്റെ ഏറ്റവും മുകളിലത്തെ തട്ടിൽ കയറി തന്നെ പരാജയപ്പെടുത്തിയ ആ മഹാവനത്തെ, ആ ആമസോണിനെ വെറുപ്പും ബഹുമാനവും കലർന്ന ഒരു നോട്ടം നോക്കി. കപ്പലിന്റെ പായികൾ വീണ്ടും ഉയർന്നു, ഇംഗ്ലണ്ടിലേക്ക്, തോൽവിയുടെ കയ്പുനീര് നിറച്ച മനസ്സുമായി. റാലി ആ യാത്രയിൽ മൗനിയായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ മനസ്സിൽ മറ്റൊരു യുദ്ധം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. പരാജയത്തെ എങ്ങനെ വിജയമാക്കി മാറ്റാമെന്ന യുദ്ധം. ലണ്ടനിൽ തന്നെ കാത്തിരിക്കുന്ന കൊലക്കയറിനെ എങ്ങനെ അതിജീവിക്കാമെന്ന പോരാട്ടം. ഇംഗ്ലണ്ടിലേക്കുള്ള ആ മടക്കയാത്രയിൽ കപ്പലിൽ ഒരു ശ്മശാന മൂകതയായിരുന്നു. എല്ലാവരുടെയും മുഖത്ത് ഒരേ ഭാവം, തോറ്റവന്റെ ഭാവം. എന്നാൽ റാലി ചായന്റെ തലയ്ക്കകത്ത് ഒരു കൊടുങ്കാറ്റ് വീശുവായിരുന്നു. വെറും കൈയോടെ ലണ്ടനിൽ ചെന്നിറങ്ങിയാൽ എന്തായിരിക്കും കഥയെന്ന് പുള്ളിക്ക് നന്നായിട്ടറിയാം. റാലി പോയി കാടും മലയും കേറിയിട്ട് വെറും കൈയോടെ തിരിച്ചു വന്നേക്കുന്നുവെന്ന് നാട്ടാര് പാടി നടക്കും. രാജ്ഞി ചിലപ്പോൾ മുഖം കറുപ്പിക്കും. ശത്രുക്കൾ ഇത് ആഘോഷമാക്കും. ചിലപ്പോ കിട്ടുന്ന സ്വീകരണം ലണ്ടൻ ടവറിൽ പഴയ മുറിയിലായിരിക്കും. പറ്റില്ല, അങ്ങനെ തോറ്റുകൊടുക്കാൻ റാലി ചായൻ തയ്യാറല്ലായിരുന്നു. അതുകൊണ്ട് പുള്ളി തന്റെ ഏറ്റവും വലിയ ആയുധം പുറത്തെടുത്തു. അത് വാളോ തോക്കോ ആയിരുന്നില്ല, നാക്കായിരുന്നു. ഭാവന കൊണ്ട് കഥ മെനയാനുള്ള കഴിവ്. അദ്ദേഹം തന്റെ മുറിയിലിരുന്ന് ഒരു പേനയും കടലാസും എടുത്തു. എന്നിട്ട് ഞങ്ങളുടെ ആ നരകയാത്രയെ ഒരു സാഹസിക ഇതിഹാസമാക്കി മാറ്റാൻ തുടങ്ങി. സത്യത്തിന്റെ ഒരു നൂലെടുത്ത് അതിൽ നുണയുടെ 1000 മുത്തുകൾ കോർത്തു. പുള്ളി എഴുതി, ഞങ്ങൾ മനോവയുടെ കോട്ടവാതിൽക്കൽ എത്തിച്ചേർന്നതാണ്. ആ സ്വർണ്ണനഗരത്തിന്റെ മതിലുകളിൽ സൂര്യരശ്മി തട്ടി പ്രതിഫലിക്കുന്നത് ഞങ്ങൾ ദൂരെ നിന്ന് കണ്ടതാണ്. സ്വർണത്തിന്റെ ഒരു പ്രകാശവലയം തന്നെ ആ നഗരത്തിന് ചുറ്റുമുണ്ടായിരുന്നു. ഞങ്ങൾ ഒരു ദിവസം കൂടി മുന്നോട്ടു പോയിരുന്നെങ്കിൽ ആ നഗരം ഇംഗ്ലണ്ടിന്റെ കാൽക്കീഴിലാകുമായിരുന്നു. പക്ഷേ
കാലം തെറ്റുവന്ന മഴക്കാലം ഞങ്ങളെ ചതിച്ചു. പുഴ കരകവിഞ്ഞൊഴുകി ഒരു രാക്ഷസനെപ്പോലെ ഞങ്ങളുടെ വഴി മുടക്കി. പ്രകൃതിയോട് ഞങ്ങൾ തോറ്റു, മനുഷ്യരോടല്ല. അദ്ദേഹം കണ്ട ആദിവാസികളെക്കുറിച്ച് വർണ്ണിക്കാൻ തുടങ്ങി. അവിടുത്തെ ആദിവാസികൾക്ക് സ്വർണം നമ്മുടെ നാട്ടിലെ കല്ലുപോലെയാ. അവർക്കതിന്റെ വിലയറിയില്ല. കുട്ടികൾ സ്വർണ്ണക്കട്ടികൾ കൊണ്ട് അമ്മാനമാടുന്നത് ഞാൻ കണ്ടു. അവരുടെ വീടിന്റെ തൂണുകൾ പോലും സ്വർണത്തിൽ പൊതിഞ്ഞതാണ്. തന്റെ കൈയിലുള്ള ആ വിരലിലെണ്ണാവുന്ന സ്വർണ്ണക്കട്ടികൾ ഒരു വലിയ നിധിയുടെ താക്കോലായി അദ്ദേഹം അവതരിപ്പിച്ചു. ഇതാ സ്വർണ്ണ നഗരത്തിൽ നിന്നൊഴുകുന്ന പുഴയുടെ തീരത്ത് നിന്ന് വെറുതെ പെറുക്കിയെടുത്തതാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, പുഴയുടെ തീരം ഇങ്ങനെയാണെങ്കിൽ ആ നഗരത്തിന്റെ ഉള്ളിൽ എന്തായിരിക്കും സ്ഥിതി? അളവറ്റ സമ്പത്ത്, നമ്മുടെ തലമുറകൾക്ക് മുഴുവൻ ജീവിക്കാൻ വേണ്ടുന്ന സ്വർണം. ഓരോ വരിയിലും റാലി സ്വയം ഒരു വീരപുരുഷനായി മാറി. പരാജയപ്പെട്ടുപോയ ഒരു പരാജിതനല്ല, മറിച്ച് നിർഭാഗ്യം കൊണ്ട് മാത്രം വിജയം കൈവിട്ടുപോയ ഒരു ധീരൻ. ഗയാന ഇംഗ്ലണ്ടിന് അവകാശപ്പെട്ടതാണെന്നും അടുത്ത യാത്രയിൽ താനാ സ്വപ്നം യാഥാർത്ഥ്യമാക്കുമെന്നും അദ്ദേഹം ആണയിട്ടു. അങ്ങനെ ആ പുസ്തകം എഴുതിത്തീരുമ്പോഴേക്കും ഞങ്ങളുടെ കപ്പൽ ഇംഗ്ലണ്ടിലെ തുറമുഖമടുത്തു. കരയിൽ ഞങ്ങളെ കാത്തു വലിയൊരു ആൾക്കൂട്ടം നിൽപ്പുണ്ടായിരുന്നു. അവരുടെ എല്ലാം കണ്ണുകളിൽ ഒരൊറ്റ ചോദ്യം: സ്വർണം എവിടെ? റാലിച്ചായനൊരു നടനെപ്പോലെ കപ്പലിന്റെ മുകളിൽ കയറി നിന്നു. എന്നിട്ട് ആ തുണിയിൽ പൊതിഞ്ഞുവെച്ച സ്വർണ്ണക്കട്ടികൾ 2 കൈയുമെടുത്ത് മുകളിലോട്ടൊന്നുയർത്തി. ഏയ്! ആൾക്കൂട്ടം ആർത്തുവിളിച്ചു. റാലി സ്വർണം കൊണ്ടുവന്നിരിക്കുന്നു. അവർക്ക് കൂടുതൽ കേൾക്കണ്ട. ആ സ്വർണത്തിന്റെ തിളക്കം മതിയായിരുന്നു അവർക്ക്. ദിവസങ്ങൾക്കുള്ളിൽ റാലിച്ചായന്റെ പുസ്തകം ലണ്ടനെങ്ങും പറന്നു നടന്നു. ദ ഡിസ്കവറി ഓഫ് ഗയാന. ആളുകൾ അതൊരു ബൈബിൾ പോലെ വാങ്ങി വായിച്ചു. റാലിയുടെ ഭാവനയിൽ വിരിഞ്ഞ മനോവയുടെ കഥകൾ അവർ തൊണ്ട തൊടാതെ വിഴുങ്ങി. പരാജയപ്പെട്ടവൻ ജനങ്ങളുടെ മനസ്സിൽ ഒരു ഇതിഹാസമായി മാറി. രാജ്ഞിയുടെ മുന്നിലും ഈ കഥയൊക്കെ കേട്ട് പുള്ളിക്കാരിക്ക് പകുതി വിശ്വാസമൊന്നും വന്നില്ല. എന്നാലും തെളിവായി ആ സ്വർണ്ണക്കട്ടികളും ജനങ്ങളുടെ ആർപ്പുവിളികളും കണ്ടപ്പോൾ രാജ്ഞി തൽക്കാലത്തേക്കൊന്നും മിണ്ടിയില്ല. റാലി അങ്ങനെ തന്റെ തലയൂരി. ഇതെല്ലാം കണ്ടുകൊണ്ടു നിന്ന ഞങ്ങൾ, കൂടെ പോയ പാവങ്ങൾ, എന്തു ചെയ്യണമെന്നറിയാതെ നിന്നു. ഞങ്ങൾ അനുഭവിച്ച പട്ടിണിയും കണ്ട മരണങ്ങളും സഹിച്ച വേദനയുമല്ലല്ലോ ഈ പുസ്തകത്തിലുള്ളത്. ഇത് റാലിച്ചായന്റെ ഭാവനയല്ലേ? പക്ഷേ ആരും വാ തുറന്നില്ല. കാരണം റാലിയുടെ ഈ കള്ളക്കഥയായിരുന്നു ഞങ്ങളുടെയും രക്ഷാകവചം. അല്ലെങ്കിൽ ഈ പരാജയപ്പെട്ട യാത്രയ്ക്ക് ഞങ്ങളും സമാധാനം പറയേണ്ടി വന്നേനെ. അങ്ങനെ ഒരു വലിയ നുമയുടെ മുകളിൽ റാലി ഒരു വിജയത്തിന്റെ കൊട്ടാരം പണിതു. എൽ ഡൊറാഡോ എന്ന കെട്ടുപോയ കനലിനെ അദ്ദേഹം വീണ്ടും ഊതിക്കത്തിച്ചു. പക്ഷേ കാലം എപ്പോഴും റാലിയുടെ കൂടെ നിൽക്കില്ലല്ലോ. അധികാരത്തിന്റെ കാറ്റിന്റെ ദിശ മാറുകയായിരുന്നു. രാജ്ഞിയുടെ കാലം കഴിയാറായി. പുതിയൊരു രാജാവ് വരും. ആ രാജാവിന്റെ മുന്നിൽ ഈ നുണയുടെ കൊട്ടാരം തകർന്നു വീഴാൻ അധികം കാലം വേണ്ടിവന്നില്ല. റാലിച്ചായൻ എഴുതിയ ആ പുസ്തകം കാരണം ഇംഗ്ലണ്ടിലെ ഓരോ ചായക്കടയിലും എൽഡൊറാഡോ ഒരു ചൂടുള്ള ചർച്ചയായി. പിള്ളാരൊക്കെ നമ്മളെന്നാ ഗയാനയ്ക്ക് പോണേ എന്ന മട്ടിലായി. റാലിച്ചായനാണെങ്കിൽ പഴയ പ്രതാപമൊക്കെ തിരിച്ചുപിടിച്ച് കൊട്ടാരത്തിൽ വീണ്ടും ഒരു വലിയ ആളായി വിലസാൻ തുടങ്ങി. പക്ഷേ ഒരു മരത്തിന്റെ ഏറ്റവും വലിയ തണൽമരം വീഴുമ്പോൾ ആ മരത്തിന്റെ ഗതി എന്താകും? റാലിയുടെ തണൽമരം എലിസബത്ത് രാജ്ഞിയായിരുന്നു. ആ തണൽ ഇല്ലാതാകാൻ പോവുകയായിരുന്നു. വർഷങ്ങൾ മുന്നോട്ടുപോയി. രാജ്ഞിക്ക് പ്രായമായി. ആരോഗ്യം ക്ഷയിച്ചു. 1603 ഇംഗ്ലണ്ടിന്റെ ആ വലിയ രാജ്ഞി കണ്ണടച്ചു. രാജ്ഞി മരിച്ചതോടെ റാലിയുടെ തലയ്ക്കു മുകളിലെ ആകാശം കറുക്കാൻ തുടങ്ങി. ഇംഗ്ലണ്ടിന് പുതിയൊരു രാജാവ് വന്നു. സ്കോട്ട്ലൻഡിൽ നിന്ന് ജെയിംസ് ഒന്നാമൻ. പുള്ളിക്കാരൻ എലിസബത്ത് രാജ്ഞിയെപ്പോലെ ആയിരുന്നില്ല. പുതിയ രാജാവിന് റാലിച്ചായനെ പണ്ടേ പുച്ഛമായിരുന്നു. രാജ്ഞിയുടെ അരുമയായി അഹങ്കാരത്തോടെ നടന്നിരുന്ന റാലിയെ കാണുന്നതേ ജെയിംസ് രാജാവിന് കലിയായിരുന്നു. പോരാത്തതിന് രാജാവിന്റെ ഏറ്റവും വലിയ നയം സ്പെയിനുമായി സമാധാനത്തിൽ പോവുക എന്നതായിരുന്നു. സ്പെയിൻ എന്ന് കേട്ടാൽ വാളെടുക്കുന്ന റാലി രാജാവിന്റെ കണ്ണിൽ ഒരു ചൊറിച്ചിലായി. റാലിയുടെ ശത്രുക്കൾക്ക് ഇതൊരു ചാകരയായി. അതുവരെ രാജ്ഞിയെ പേടിച്ചു മിണ്ടാതിരുന്നവരൊക്കെ പുതിയ രാജാവിന്റെ ചെവിയിൽ ഓരോന്ന് ഓതാൻ തുടങ്ങി. റാലിച്ചായൻ അങ്ങേക്കെതിരെ ഗൂഢാലോചന നടത്തുന്നുണ്ട്, പുള്ളിക്ക് സ്പെയിനുമായി രഹസ്യ ഇടപാടുണ്ട്, അങ്ങയെ മാറ്റി രാജ്ഞിയുടെ മറ്റേതെങ്കിലും ബന്ധുവിനെ രാജാവാക്കാനാ പ്ലാൻ എന്നൊക്കെ പറഞ്ഞു പിടിപ്പിച്ചു. പുതിയ രാജാവിന് റാലിയെ പൂട്ടാൻ ഇത് ധാരാളമായിരുന്നു. ഒരു പ്രഭാതത്തിൽ റാലിയുടെ വീട്ടിലേക്ക് രാജാവിന്റെ പട്ടാളക്കാർ ഇരച്ചുകയറി. ഒരു വിശദീകരണവും നൽകാതെ അവർ സർ വാൾട്ടർ റാലിയെ അറസ്റ്റ് ചെയ്തു. കുറ്റം രാജ്യദ്രോഹം. പിന്നെ നടന്നതൊക്കെ ഒരു നാടകമായിരുന്നു. കോടതി, വിചാരണ, എല്ലാം റാലിയെ കുടുക്കാൻ വേണ്ടി മാത്രം. റാലി തന്റെ വാക്ചാതുര്യം മുഴുവൻ എടുത്തു വാദിച്ചു. താൻ നിരപരാധിയാണെന്ന് അലറി. പക്ഷേ ആരും കേട്ടില്ല. വിധി നേരത്തെ എഴുതിവച്ചിരുന്നു: തലവെട്ടിക്കൊല്ലുക.
ഇംഗ്ലണ്ട് മുഴുവൻ ഞെട്ടി. തങ്ങളുടെ വീരനായകനെ കൊല്ലാൻ പോകുന്നെന്നറിഞ്ഞ് ആളുകൾ രോഷാകുലരായി. പക്ഷേ അവസാന നിമിഷം എന്തോ ഓർത്തിട്ടോ എന്തോ രാജാവ് ആ വിധിയൊന്നും മയപ്പെടുത്തി. കൊല്ലുന്നില്ല, പകരം ജീവപര്യന്തം തടവ്. അവൻ ലണ്ടൻ ടവറിലെ ഇരുട്ടിൽ കിടന്ന് മരിക്കട്ടെ. അങ്ങനെ ഒരു കാലത്ത് കടലുകൾ ഭരിച്ച, ഒരു സാമ്രാജ്യത്തെ സ്വപ്നം കണ്ട ആ വലിയ മനുഷ്യൻ ലണ്ടൻ ടവറിലെ ബ്ലഡി ടവർ എന്നറിയപ്പെടുന്ന ഗോപുരത്തിലെ ഒരു ഇടുങ്ങിയ മുറിയിൽ തളയ്ക്കപ്പെട്ടു. അതൊരു ദിവസത്തേക്കോ മാസത്തേക്കോ ആയിരുന്നില്ല, 13 നീണ്ട വർഷങ്ങൾ. ആ ഇരുട്ടറയിലെ ഏകാന്തത റാലിയെ ഒരുപാട് മാറ്റി. പുറം ലോകവുമായി അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരേയൊരു ബന്ധം ആ ചെറിയ കൽജാലകമായിരുന്നു. അതിലൂടെ കാലം മാറുന്നത് അദ്ദേഹം കണ്ടു. ഋതുക്കൾ വന്നും പോയും കൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ കറുത്ത മുടി നരച്ചു, മുഖത്ത് ചുളിവുകൾ വീണു, ശരീരം ക്ഷയിച്ചു. പക്ഷെ ആ കണ്ണുകളിലെ കണൽ മാത്രം കെട്ടില്ല. തടവറയുടെ നിശബ്ദതയിൽ അദ്ദേഹം വെറുതെ ഇരുന്നില്ല. അദ്ദേഹം വായിച്ചു, എഴുതി. ലോകത്തിന്റെ ചരിത്രമെന്ന വലിയൊരു പുസ്തകം അദ്ദേഹം അവിടെ ഇരുന്ന് എഴുതാൻ തുടങ്ങി. മുറിയിലെ ചെറിയ ലബോറട്ടറിയിൽ മരുന്നുകളുണ്ടാക്കി, കവിതകൾ രചിച്ചു. പക്ഷെ ഉറക്കത്തിൽ അദ്ദേഹത്തിന്റെ മനസ്സ് എപ്പോഴും ഒരേ സ്ഥലത്തേക്ക് യാത്ര ചെയ്തു, ഗയാനയിലെ കാടുകളിലേക്ക്. ഒരിനോക്കോ നദിയുടെ ഇരമ്പൽ അദ്ദേഹം വീണ്ടും വീണ്ടും കേട്ടു. മനോവയിലെ സ്വർണ്ണക്കൊട്ടാരങ്ങൾ അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളിൽ തിളങ്ങി. ഓരോ വർഷവും അദ്ദേഹം രാജാവിന് കത്തുകളെഴുതി. എന്നെ വെറുതെ വിടൂ, ഞാൻ അങ്ങേക്ക് എൽഡോറാഡോ കണ്ടെത്തിത്തരാം. ആ സ്വർണം കൊണ്ട് ഇംഗ്ലണ്ടിന്റെ കടങ്ങൾ വീട്ടാം. ലോകത്തിലെ ഏറ്റവും വലിയ ധനികനായ രാജാവായി അങ്ങേക്ക് മാറാം. രാജാവ് ആ കത്തുകളൊന്നും ഗൗനിച്ചതേയില്ല. റാലി ആ ഇരുട്ടറയിൽ ഓർമ്മകളുടെ തടവരയായി അലിഞ്ഞില്ലാതാകുമെന്നെല്ലാവരും കരുതി. പക്ഷേ 13 വർഷങ്ങൾക്ക് ശേഷം ആരും വിചാരിക്കാത്ത ഒന്ന് സംഭവിച്ചു. യുദ്ധങ്ങൾ കാരണം രാജ്യത്തിന്റെ ഖജനാവ് കാലിയായി. രാജാവിന് പണത്തിന് വലിയ ആവശ്യമായി. അപ്പോഴാണ് റാലിയുടെ പഴയ കത്തുകളിലെ ആ വാക്ക് രാജാവിന്റെ ഓർമ്മയിൽ വന്നത്: സ്വർണം. ഒരു ദിവസം ആ തടവറയുടെ വാതിൽ ഒരു ഞരക്കത്തോടെ തുറന്നു. രാജാവിന്റെ ദൂതൻ ഒരു സന്ദേശവുമായി വന്നു. രാജാവ് റാലിയെ മോചിപ്പിക്കാൻ തയ്യാറാണ്, ഒരു ലക്ഷ്യത്തിനുവേണ്ടി മാത്രം. 13 വർഷം, ഒരു മനുഷ്യായുസ്സിന്റെ നല്ലൊരു ഭാഗം. ഒരേ കൽച്ചുവരുകൾ കണ്ട് ഒരേ ആകാശത്തുണ്ടം നോക്കി സ്വന്തം ഓർമ്മകൾ തിന്ന് ജീവിച്ചൊരു മനുഷ്യൻ ആദ്യമായി പുറംലോകത്തിന്റെ വെളിച്ചത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയിരിക്കും? ലണ്ടൻ ടവറിന്റെ ഭീമാകാരമായ വാതിലൊരു ഞരക്കത്തോടെ തുറന്ന് സർ വോൾട്ടർ റാളി പുറത്തേക്ക് കാലുവച്ചപ്പോൾ സൂര്യരശ്മി ഒരു വാളുപോലെ അദ്ദേഹത്തിന്റെ കണ്ണിൽ കുത്തിക്കയറി. പുള്ളി ഒരു നിമിഷം കണ്ണൊന്ന് ഇറുക്കിയടച്ചു. കാലം ആ ശരീരത്തെ ഒരുപാട് മാറ്റിയിരുന്നു. തോളുകൾ കൂനി, നടത്തത്തിനൊരു നേരിയ വിറയലുണ്ട്, തലമുടി മുഴുവൻ നരച്ച്, മുഖമൊരു പഴയ ഭൂപടം പോലെ ചുളിവുകൾ വീണിരിക്കുന്നു. പക്ഷേ ആ നിൽപ്പിലെ ഗാംഭീര്യത്തിന് ഒരു കുറവും വന്നിരുന്നില്ല. ആ കണ്ണുകൾക്ക് 13 വർഷം പ്രായം കൂടിയിട്ടില്ല. ഉള്ളിലെ ആ പഴയ സിംഹം അപ്പോഴും ആ കൂടിനുള്ളിൽ കിടന്ന് അലറുന്നുണ്ടായിരുന്നു. രാജാവ് കൊടുത്ത ഈ രണ്ടാമത്തെ അവസരം ഒരു രക്ഷപ്പെടലായിരുന്നില്ല. അതൊരു പട്ടുതുണിയിൽ പൊതിഞ്ഞ വിഷമായിരുന്നു. അതിന്റെ നിബന്ധന കേട്ടാൽ ഏത് ധൈര്യശാലിയുടെയും ചങ്ക് പതറിപ്പോകും. റാളി, രാജാവ് ശാന്തമായി, പക്ഷേ വാക്കുകളിൽ ഇരുമ്പിന്റെ തണുപ്പോടെ പറഞ്ഞു. നിങ്ങൾ ഗയാനയിലേക്ക് പൊയ്ക്കോളൂ. നിങ്ങളുടെ ആ സ്വർണ്ണഖനി കണ്ടെത്തൂ. ഇംഗ്ലണ്ടിന്റെ ഖജനാവ് നിറയ്ക്കൂ. പക്ഷേ എന്റെ ഒരു കൽപ്പനയുണ്ട്. അതൊരു രാജകൽപ്പനയാണ്. ഒരു കാരണവശാലും ഒരൊറ്റ സ്പാനിഷുകാരനുമായി ഒരു സംഘട്ടനത്തിൽ പോകരുത്. അവരുടെ ഒരു പുൽക്കൊടി പോലും നശിപ്പിക്കരുത്. ചെന്നായയുടെ ഗുഹയിൽ പോയി അതിന്റെ പല്ലു പറിക്കണം. പക്ഷേ ചെന്നായ ഒന്നും മുരളാൻ പോലും പാടില്ല. ഈ കൽപ്പന നിങ്ങൾ ലംഘിക്കുന്ന നിമിഷം നിങ്ങളുടെ തലവെട്ടാനുള്ള പഴയ വിധി ഞാൻ നടപ്പിലാക്കും. ഓർത്തോ, സ്പെയിൻ ഇപ്പോൾ നമ്മുടെ ശത്രുവല്ല, മിത്രമാണ്. റാളിച്ചായൻ ഒരു നിമിഷം മിണ്ടാതെ നിന്നു. ഇതൊരു കെണിയാണെന്ന് പുള്ളിക്ക് പകൽ പോലെ വ്യക്തമായിരുന്നു. ഗയാനയുടെ ഓരോ ഇഞ്ചും ഇപ്പോൾ സ്പെയിൻകാരുടെ കാവലിലാണ്. അവരുമായി ഒന്നിടക്കാതെ എങ്ങനെ അവിടെ ഒരു ഖനി കണ്ടുപിടിക്കാനാ? രാജാവ് തന്നെ കൊടുക്കാനൊരുക്കിയ വലയാണിത്. എന്നാലും റാളിച്ചായൻ തലകുലുക്കി. കാരണം ആ ടവറിലെ ഇരുട്ടിൽ കിടന്ന ഓർമ്മകൾ തിന്നു മരിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് തന്റെ സ്വപ്നത്തിനു പിന്നാലെ പോയി കടലിൽ മരിക്കുന്നത്. അങ്ങനെ റാളിച്ചായന്റെ രണ്ടാമത്തെയും അവസാനത്തെയും എൽഡൊറാഡോ യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. പക്ഷേ ഈ യാത്രയ്ക്ക് പണ്ടത്തെ പ്രതാപമൊന്നുമില്ലായിരുന്നു. പണ്ട് രാജ്ഞിയുടെ തണലിൽ ഇംഗ്ലണ്ടിലെ ഏറ്റവും നല്ല കപ്പലുകളും പേരും പെരുമയുമുള്ള കപ്പിത്താന്മാരുമായിരുന്നു കൂടെയുണ്ടായിരുന്നത്. അതൊരു സ്വർണ്ണയാത്രയായിരുന്നു. ഇന്നിപ്പോ 13 കൊല്ലം രാജ്യദ്രോഹത്തിന് ജയിലിൽ കിടന്ന ഒരു കിഴവനെ ആര് വിശ്വസിക്കാനാണ്? പണം മുടക്കാൻ പഴയ കൂട്ടാളികൾക്ക് മടി. ഇതൊരു തുരുമ്പിച്ച സ്വപ്നമായിരുന്നു. അവസാനം കിട്ടിയ കപ്പലുകളൊക്കെ കടലിൽ താണില്ലെങ്കിൽ ഭാഗ്യമെന്ന് പറയാവുന്ന അവസ്ഥയിലായിരുന്നു. കൂടെ വരാൻ കിട്ടിയ ആൾക്കാരോ? കടം കേറി മുടിഞ്ഞവർ, കൊലപാതകത്തിന് നാടുവിട്ടവർ, നാളെയെന്നൊന്നില്ലാത്ത തെമ്മാടികൾ. ഒരു നല്ല സൈന്യമല്ല, ഒരു കൂട്ടം തെമ്മാടികൾ. എന്നാൽ ആൾക്കൂട്ടത്തിനിടയിൽ റാളിച്ചായൻ ആശ്വാസമായി
അഭിമാനമായി ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കൺമണി, മൂത്ത മകൻ വാൾട്ടർ. വാറ്റ് എന്നെല്ലാവരും വിളിക്കുന്ന ആ ചെറുപ്പക്കാരൻ. അവന്റെ കണ്ണുകളിൽ അപ്പനൊരു വീരപുരുഷനായിരുന്നു. അപ്പന്റെ സ്വപ്നത്തിൽ അവൻ പൂർണ്ണമായി വിശ്വസിച്ചു. അപ്പന്റെ പേര് ഞാൻ തിരിച്ചുതരാം എന്നവൻ അപ്പനോട് വാക്കുകൊടുത്തു. അപ്പന് നഷ്ടപ്പെട്ട പേരും പ്രതാപവും തിരികെ നേടിക്കൊടുക്കാൻ, ആ സ്വർണ്ണഖനി കണ്ടെത്താൻ അവനും ആ ദ്രവിച്ച കപ്പലിൽ കയറി. അങ്ങനെ ആ അപ്പനും മകനും ഒരു പറ്റം തെമ്മാനികളുമായി ഇംഗ്ലണ്ടിൽ നിന്ന് വീണ്ടും യാത്ര തിരിച്ചു. മാസങ്ങൾക്കു ശേഷം ഒറിനോക്കോ നദിയുടെ തീരത്ത് ആ കപ്പലുകൾ വീണ്ടുമെത്തി. പക്ഷേ ഈ ഒറിനോക്കോ പഴയതുപോലെയായിരുന്നില്ല. സ്പെയിൻകാർ നദിയുടെ വളവിൽ ഒരു ക്യാൻസർ പോലെ ഒരു വലിയ കോട്ട കെട്ടിപ്പൊക്കിയിരിക്കുന്നു. സാന്റോ ടോം. എൽഡൊറാഡോയിലേക്കുള്ള വഴി എന്നേക്കുമായി അടച്ചുകൊണ്ട് ഒരു കാവൽ ഭടനെപ്പോലെ ആ കോട്ട നിന്നു. കപ്പലിലെത്തിയപ്പോഴേക്കും റാലിച്ചായന്റെ ആരോഗ്യം വല്ലാതെ മോശമായി. കടുത്ത പനി പിടിച്ച് കിടപ്പിലായി. കരയിലിറങ്ങി സൈന്യത്തെ നയിക്കാൻ അദ്ദേഹത്തിന് പറ്റുമായിരുന്നില്ല. ഒരു കാലത്ത് യുദ്ധങ്ങൾ നയിച്ച ആ വലിയ മനുഷ്യൻ ഇപ്പോൾ ഒരു തുണിക്കെട്ടുപോലെ തന്റെ കിടക്കയിൽ തളർന്നുകിടന്നു. ആ ചുമതല അദ്ദേഹം തന്റെ ഏറ്റവും വിശ്വസ്തനായ കപ്പിത്താൻ ലോറൻസ് കീമിസിനെയും സ്വന്തം മകൻ വാറ്റിനെയും ഏൽപ്പിച്ചു. പോകുന്നതിനു മുൻപ് വിറയ്ക്കുന്ന കൈകളോടെ മകന്റെ കവിളിൻ തട്ടി റാലി ഒരേയൊരു കാര്യം ആവർത്തിച്ചു പറഞ്ഞു: മോനെ, ഒരു കാരണവശാലും ആ കോട്ട ആക്രമിക്കരുത്. സ്പെയിൻകാരുമായി ഒരടിപിടിയുണ്ടാക്കരുത്. അവരെ മറികടന്നുപോയി ഖനി മാത്രം ലക്ഷ്യം വയ്ക്കുക. എന്റെ ജീവൻ നിന്റെ കൈയിലാണ്. വാറ്റ് അപ്പന് വാക്കുകൊടുത്തു. ആ ചെറിയ സംഘം കരയിലിറങ്ങി കാടിന്റെ ഇരുട്ടിലേക്ക് മറഞ്ഞു. കപ്പലിൽ തന്റെ കിടക്കയിലിരുന്ന് റാലിച്ചായൻ ആ കാട്ടിലേക്ക് നോക്കിയിരുന്നു. അദ്ദേഹത്തിന്റെ നെഞ്ചിൽ ഒരാധിയായിരുന്നു. തന്റെ മകനെയും തന്റെ വിധിയെയും ഒരുമിച്ച് ആ കാട്ടിലേക്കയച്ച ഒരു നിസ്സഹായനായ അപ്പനായി അദ്ദേഹം മാറി. ആ യാത്രയുടെ ഫലമെന്തായിരിക്കും? അദ്ദേഹത്തിന്റെ ഹൃദയം ഒരു പെരുമ്പര പോലെ അടിച്ചു. റാലിച്ചായൻ കപ്പലിൽ ആധിയോടെ കാത്തിരിക്കുമ്പോൾ കരയിൽ കീമിസിന്റെയും വാറ്റിന്റെയും നേതൃത്വത്തിൽ ആ ചെറിയ സംഘം കാടിന്റെ നിഗൂഢതയിലൂടെ മുന്നോട്ടു നീങ്ങുകയായിരുന്നു. അവരുടെ ലക്ഷ്യം സ്വർണ്ണഖനിയായിരുന്നു, കോട്ടയായിരുന്നില്ല. പക്ഷേ വിധി അവർക്കായി എഴുതിയിരുന്നത് വേറൊരു കഥയായിരുന്നു. അവർ സാന്റോ ടോം കോട്ടയുടെ സമീപത്തുകൂടി രഹസ്യമായി നീങ്ങുമ്പോൾ കോട്ടയുടെ മുകളിലിരുന്ന ഒരു സ്പാനിഷ് കാവൽക്കാരൻ അവരെ കണ്ടു. ഒരു മുന്നറിയിപ്പായി അയാൾ ആകാശത്തേക്ക് വെടിവെച്ചില്ല. അയാൾ വെടിവെച്ചത് നേരെ ആൾക്കൂട്ടത്തിന് നേരെയായിരുന്നു. ആദ്യത്തെ വെടിയുണ്ട തന്നെ വാറ്റിന്റെ തൊട്ടടുത്തുനിന്ന ഒരു പടയാളിയുടെ നെഞ്ചിൽ തുളച്ചുകയറി. അവനൊരു നിലവിളിയോടെ മണ്ണിലേക്ക് വീണു. അതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി. കൂടെയുള്ളവൻ ചോരയിൽ കുളിച്ച് നിലത്ത് വീണുകിടക്കുന്നത് കണ്ടപ്പോൾ വാറ്റിന്റെ ചോര തിളച്ചു. അവന്റെ തലച്ചോറിൽ നിന്ന് അപ്പൻ കൊടുത്ത വാക്ക് മാഞ്ഞുപോയി. രാജകൽപ്പനയും അപ്പന്റെ ജീവനും എല്ലാം അവൻ മറന്നു. അവന്റെ മുന്നിൽ ഒരേയൊരു ശത്രുവേ ഉണ്ടായിരുന്നുള്ളൂ: സ്പെയിൻ. ആക്രമിക്കൂ! അവൻ തന്റെ വാൾ ഊരിയെടുത്ത് അലറി. ആ ചെകുത്താന്മാരുടെ കോട്ട പിടിച്ചെടുക്കൂ! ഒന്നിനെയും ബാക്കി വയ്ക്കരുത്! ഒരു സിംഹക്കുട്ടിയെപ്പോലെ വാറ്റ് റാലി സ്പാനിഷ് സൈന്യത്തിനു നേരെ പാഞ്ഞുകയറി. അവന്റെ ആവേശം കണ്ട് കൂടെയുള്ള തെമ്മാടികളും ആ കോട്ടയിലേക്ക് ഇരച്ചുകയറി. ഒരു ചെറിയ യുദ്ധം തന്നെ അവിടെ തുടങ്ങി. വാളുകൾ കൂട്ടിയിടിക്കുന്ന ശബ്ദം, വെടിയൊച്ചകൾ, മരണവെപ്രാളത്തിലുള്ള നിലവിളികൾ. ആ പ്രദേശം ഒരു നരകമായി മാറി. പോരാട്ടത്തിന്റെ മുൻനിരയിൽ വാളുവീശി മുന്നോട്ടു കുതിക്കുകയായിരുന്നു വാറ്റ്. അപ്പോഴാണ് കോട്ടയുടെ മുകളിൽ നിന്ന് ഒരു സ്പാനിഷ് പട്ടാളക്കാരൻ തൊടുത്ത വെടിയുണ്ട നേരെ വന്ന് വാറ്റിന്റെ നെഞ്ചിൽ തറച്ചത്. ഒരു നിമിഷം അവൻ അവിശ്വസനീയതയോടെ സ്വന്തം നെഞ്ചിലേക്ക് നോക്കി. എന്നിട്ട് "അയ്യോ, എന്റെ അപ്പാ" എന്ന് നിലവിളിച്ചുകൊണ്ട് ആ കോട്ടയുടെ മണ്ണിലേക്ക് മുഖമടിച്ചു വീണു. കപ്പലിൽ രോഗശയ്യയിൽ കിടക്കുകയായിരുന്ന റാലിച്ചായന്റെ ചെവിയിൽ ആ യുദ്ധത്തിന്റെ ശബ്ദങ്ങൾ എത്തുന്നുണ്ടായിരുന്നു. ഓരോ വെടിയൊച്ച കേൾക്കുമ്പോഴും പുള്ളിയുടെ നെഞ്ചു പിടഞ്ഞു. അവസാനം ഒരു കൊച്ചുവള്ളം കപ്പലിനടുത്തേക്ക് വരുന്നത് കണ്ടു. അതിൽ നിന്ന് കയറിവന്ന ദൂതന്റെ മുഖം വിളറിയിരുന്നു. "എന്റെ മോൻ?" റാലി വിറയലോടെ ചോദിച്ചു. ആ ദൂതൻ തലകുനിച്ചു. ആ ഒരൊറ്റ പ്രവൃത്തിയിൽ ഉത്തരമുണ്ടായിരുന്നു. റാലിച്ചായന്റെ ലോകം ആ നിമിഷം നിശ്ചലമായി. ആ വാർത്ത കേട്ട് ആ കിഴവൻ തകർന്ന് തരിപ്പണമായി. ഒരു വാക്കു മിണ്ടിയില്ല, ഒന്നു കരഞ്ഞില്ല, മരവിച്ചുപോയി. തന്റെ തലയ്ക്കു മുകളിലെ കൊലക്കയർ മുറുകുന്നത് അദ്ദേഹം അറിഞ്ഞു. സ്വർണത്തിനു വേണ്ടിയുള്ള തന്റെ ഭ്രാന്ത് അവസാനം സ്വന്തം മകന്റെ ജീവൻ എടുത്തിരിക്കുന്നു. ആ കിഴവന്റെ ഉള്ളിലെ സിംഹം അന്ന് ശരിക്കും ചത്തു. ദിവസങ്ങൾക്കു ശേഷം കീമിസും ബാക്കിയുള്ളവരും കപ്പലിൽ തിരിച്ചെത്തി. കോട്ട അവർ പിടിച്ചടക്കി. പക്ഷേ ഒരു തുണ്ട് സ്വർണം പോലും അവിടെ നിന്നും കണ്ടെത്താനായില്ല. എൽഡൊറാഡോ എന്നൊന്ന് അവിടെ ഇല്ലെന്ന് അയാൾക്ക് ബോധ്യമായി.
റാലിയുടെ മുന്നിൽ ചെന്ന് നിൽക്കാൻ കീമിസിന് ധൈര്യമുണ്ടായിരുന്നില്ല. ഞാനാണ് അങ്ങയുടെ മകന്റെ മരണത്തിന് കാരണം എന്നൊരു കത്ത് എഴുതിവെച്ച് തന്റെ തെറ്റുകൊണ്ട് റാലിയുടെ മകൻ മരിച്ചല്ലോ എന്ന കുറ്റബോധത്തിൽ കീമിസ് തന്റെ മുറിയിൽ കയറി ആദ്യം തോക്കുകൊണ്ട് സ്വയം വെടിവെച്ചു. വെടികൊണ്ടില്ല. പിന്നെ ആ നെഞ്ചിലേക്ക് ഒരു കത്തി കുത്തിയിറക്കി ആ യാത്ര അവസാനിപ്പിച്ചു. എല്ലാം നഷ്ടപ്പെട്ടു. മകൻ മരിച്ചു. വിശ്വസ്തൻ പോയി. സ്വർണമെന്നത് ഒരു മരീചികയാണെന്ന് തെളിഞ്ഞു. പോരാത്തതിന് രാജാവിന്റെ കൽപ്പന ലംഘിച്ച് ഒരു യുദ്ധവും. റാലിയുടെ മുന്നിൽ ഇനി വഴികളൊന്നുമില്ല. ഇംഗ്ലണ്ടിലേക്ക് മടങ്ങുക, അവിടെത്തന്നെ കാത്തിരിക്കുന്ന കൊലമരത്തിലേക്ക് സ്വയം നടന്നുകയറുക. തോൽവിയുടെയും ദുഃഖത്തിന്റെയും കുറ്റബോധത്തിന്റെയും ഭാരം മുഴുവൻ ചുമന്ന് ആ അപ്പൻ അവസാനമായി ഇംഗ്ലണ്ടിലേക്ക് കപ്പൽ തിരിച്ചു. ഒരു ഇതിഹാസത്തിന്റെ അവസാന യാത്ര, ഒരു ഒഴുകുന്ന ശവപ്പെട്ടി പോലെ. പലകയുടെ ഞരക്കത്തിലും റാലിച്ചായൻ തന്റെ മകൻ വാട്ടിന്റെ അവസാനത്തെ നിലവിളി കേട്ടു. ഓരോ തിരമാല വന്ന് കപ്പലിലടിക്കുമ്പോഴും അത് തന്റെ നെഞ്ചിലിടിക്കുന്ന പോലെ പുള്ളിക്കു തോന്നി. അദ്ദേഹം ഒന്നും സംസാരിച്ചില്ല, ഒന്നും കഴിച്ചില്ല. കപ്പലിന്റെ ഒരു മൂലയിൽ പുറത്തേക്ക് നോക്കി വെറുതെയിരുന്നു. ആ കണ്ണുകളിൽ സങ്കടമായിരുന്നില്ല, ശൂന്യതയായിരുന്നു. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ചൂതാട്ടം, അതിൽ പണയമായി വച്ചത് സ്വന്തം മകന്റെ ജീവനായിരുന്നു. എന്റെ ഭ്രാന്ത്, എന്റെ ഒരു സ്വർണ്ണ സ്വപ്നം, അതാണവരെ കൊന്നത് എന്നൊരു മന്ത്രം അദ്ദേഹത്തിന്റെ ഉള്ളിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. കപ്പൽ ഇംഗ്ലണ്ടിലെ പ്ലിമത്ത് തുറമുഖം അണഞ്ഞതും വാർത്ത കാട്ടുതീ പോലെ ലണ്ടനിലേക്ക് പടർന്നു. റാലി തിരിച്ചെത്തിയിരിക്കുന്നു, വെറും കൈയോടെ. പോരാത്തതിന് രാജകൽപ്പന ലംഘിച്ച് സ്പെയിൻകാരുമായി യുദ്ധം ചെയ്തിരിക്കുന്നു. റാലിച്ചായൻ കപ്പലിൽ നിന്ന് കരയിലേക്ക് കാലുകുത്തുന്നതിനു മുൻപേ രാജാവിന്റെ പട്ടാളക്കാർ കപ്പൽ വളഞ്ഞു. ഒരു വാക്കുപോലും സംസാരിക്കാൻ അനുവദിക്കാതെ അവർ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. നേരെ കൊണ്ടുപോയത് ലണ്ടൻ ടവറിലെ അതേ പഴയ തടവറയിലേക്കാണ്. ഇത്തവണ പുറത്തൊരു ലോകമുണ്ടെന്ന് സ്വപ്നം കാണാൻ പോലുമാകാത്ത വിധം ആ വാതിൽ എന്നേക്കുമായി അടഞ്ഞു. സ്പെയിൻ ഇളകിമറിഞ്ഞു. തങ്ങളുടെ കോട്ട ആക്രമിച്ചതിനും അവിടുത്തെ ഗവർണറുടെ മകനെ കൊന്നതിനും പ്രതികാരം വേണമെന്ന് സ്പാനിഷ് രാജാവ് ജെയിംസ് രാജാവിനുമേൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തി. റാലിയുടെ തലയെടുത്തില്ലെങ്കിൽ ഇംഗ്ലണ്ടും സ്പെയിനും തമ്മിലുള്ള സമാധാന ഉടമ്പടി ഞങ്ങൾ റദ്ദാക്കും. സ്പെയിനുമായുള്ള സമാധാനം നിലനിർത്താൻ ജെയിംസ് രാജാവ് റാലിയെ ബലികൊടുക്കാൻ തന്നെ തീരുമാനിച്ചു. പഴയ രാജ്യദ്രോഹക്കുറ്റം വീണ്ടും പൊടിതട്ടിയെടുത്തു. ഇനിയൊരു വിചാരണയുടെ ആവശ്യമില്ല. വിധി നേരത്തെ തന്നെ എഴുതിവെച്ചതാണല്ലോ, തലവെട്ടിക്കൊല്ലുക. 1618 ഒക്ടോബർ മാസം 29-ാം തീയതി. ആ പ്രഭാതം ലണ്ടനെ സംബന്ധിച്ചിടത്തോളം ഒരു കറുത്ത ദിവസമായിരുന്നു. വെസ്റ്റ്മിനിസ്റ്റർ കൊട്ടാരത്തിന് പുറത്തുള്ള മൈതാനത്ത് ഒരു കൊലമരമൊരുങ്ങി. അതിനു ചുറ്റും ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടി. ഒരു കാലത്ത് തങ്ങൾ ആരാധിച്ചിരുന്ന ആ വലിയ മനുഷ്യന്റെ അവസാന നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ. ചിലരുടെ കണ്ണുകളിൽ രോഷമുണ്ടായിരുന്നു, ചിലരുടെ കണ്ണുകളിൽ സങ്കടം, മറ്റു ചിലരുടെ കണ്ണുകളിൽ വെറും കൗതുകം. തടവറയിൽ നിന്ന് കൊലമരത്തിലേക്ക് നടന്നുവരുമ്പോൾ സർ വാൾട്ടർ റാലിയുടെ മുഖത്ത് പേടിയുടെ ഒരു കണിക പോലുമില്ലായിരുന്നു. ആ 70-നോടടുത്ത ആ പ്രായത്തിലും ഒരു രാജാവിന്റെ ഗാംഭീര്യത്തോടെ തലയുയർത്തിപ്പിടിച്ചാണ് അദ്ദേഹം നടന്നത്. നടക്കുമ്പോൾ ജനക്കൂട്ടത്തിനിടയിൽ കണ്ട ചില പഴയ കൂട്ടുകാരെ നോക്കി അദ്ദേഹം പുഞ്ചിരിച്ചു. കൊലമരത്തിൽ കയറി നിന്ന് അദ്ദേഹം ആ ജനക്കൂട്ടത്തെ നോക്കി. എന്നിട്ട് തന്റെ മുഴങ്ങുന്ന ശബ്ദത്തിൽ അവസാനമായി സംസാരിച്ചു. അതൊരു യാചനയായിരുന്നില്ല, ഒരു പ്രഖ്യാപനമായിരുന്നു. ഞാനൊരു രാജ്യസ്നേഹിയാണ്. എന്റെ ജീവിതം ഞാൻ ഇംഗ്ലണ്ടിനു വേണ്ടിയാണ് ജീവിച്ചത്. ഒരു ചതിയനായിട്ടല്ല ഞാനിന്ന് മരിക്കുന്നത്. പിന്നീട് അദ്ദേഹം തന്റെ ആരാച്ചാർ കൈയിലേന്തിയ ആ വലിയ കോടാലിയിലേക്ക് നോക്കി. അതിന്റെ വെട്ടിത്തിളങ്ങുന്ന മൂർച്ചയുള്ള ഭാഗം അദ്ദേഹം തന്റെ വിരലുകൊണ്ടൊന്ന് തലോടി. എന്നിട്ടൊരു നേർത്ത പുഞ്ചിരിയോടെ ആരാച്ചാരോട് പറഞ്ഞു, ഇതൊരു നല്ല മരുന്നാണ്. എല്ലാ രോഗങ്ങളും എല്ലാ ദുഃഖങ്ങളും ഒറ്റയടിക്ക് മാറ്റാൻ പറ്റിയൊരു ഒന്നാന്തരം മരുന്ന്. അദ്ദേഹം തന്റെ മേൽക്കുപ്പായം ഊരിമാറ്റി കൊലമരത്തിന്റെ തടിയിൽ മുട്ടുകുത്തി. എന്നിട്ട് ആരാച്ചാരോട് ചോദിച്ചു, ഞാന്റെ തല വെക്കേണ്ടത് കിഴക്കോട്ട് തിരിച്ചാണോ പടിഞ്ഞാറോട്ട് തിരിച്ചാണോ? ആരാച്ചാർക്ക് മറുപടിയില്ലായിരുന്നു. അപ്പോൾ റാലി സ്വയം പറഞ്ഞു, അതിനെന്താ, ഹൃദയം ശരിയായ ദിശയിലായാൽ മതിയല്ലോ. അദ്ദേഹം തല തടിയിൽ വെച്ചു. ആരാച്ചാർ കോടാലി ഉയർത്താൻ ഒരു നിമിഷം മടിച്ചു നിന്നപ്പോൾ റാലി ഉറക്കെ വിളിച്ചു പറഞ്ഞു, പേടിക്കുന്നതെന്തു മനുഷ്യ, നിന്റെ ജോലി ചെയ്യേ, എന്നെ കൂടുതൽ കാത്തിരിപ്പിക്കരുത്. ആ വാക്കുകൾ കേട്ട് ആരാച്ചാർ കണ്ണുകളടച്ച് സർവ്വശക്തിയുമെടുത്ത കോടാലി താഴേക്ക് വീശി. അങ്ങനെ സർ വാൾട്ടർ റാലിയുടെ തല ആ മരപ്പലകയിൽ നിന്ന് താഴേക്ക് ഉരുണ്ടു. ഒരു വലിയ ജീവിതം, ഒരു വലിയ സ്വപ്നം, ഒരു വലിയ ഭ്രാന്ത് അവിടെ അവസാനിച്ചു. ആൾക്കൂട്ടം ഒരു നിമിഷം നിശബ്ദമായി. പിന്നെ ഒരു വലിയ തേങ്ങൽ പോലെ ഒരു ശബ്ദം അവിടെ ആകെ പടർന്നു. അദ്ദേഹത്തിന്റെ തല രാജാവിന്റെ പ്രത്യേക അനുമതിയോടെ അദ്ദേഹത്തിന്റെ ഭാര്യ ലേഡി റാലിക്ക് കൈമാറിയത്രേ. അവരാ തല ഒരു വെൽവെറ്റ് തുണിയിൽ പൊതിഞ്ഞ് മരണം വരെ കൂടെ സൂക്ഷിച്ചു. റാലി മരിച്ചു.
പക്ഷെ ഒരു ചോദ്യം ചരിത്രത്തിൽ ബാക്കിയായി. ആരായിരുന്നു ഈ മനുഷ്യൻ? ഒരു നായകനോ അതോ ഒരു ചതിയനോ? ഒരു രാജ്യസ്നേഹിയോ അതോ സ്വന്തം നേട്ടത്തിനു വേണ്ടി എന്തും ചെയ്യുന്ന ഒരു അത്യാഗ്രഹിയോ? ഇംഗ്ലണ്ടിന് പുതിയ ലോകങ്ങൾ സമ്മാനിക്കാൻ ശ്രമിച്ച ഒരു വീരനോ അതോ ഒരു നുണയനോ? അതിന്റെ ഉത്തരം ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. പക്ഷേ ഒന്നറിയാം, എൽഡൊറാഡോ എന്ന ആ സ്വർണസ്വപ്നം, അതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഇന്ധനം. ആ സ്വപ്നം അദ്ദേഹത്തിന് പ്രശസ്തി കൊടുത്തു, സമ്പത്ത് കൊടുത്തു, അവസാനം മരണവും കൊടുത്തു. ഇന്നും ആമസോണിന്റെ വന്യതയിൽ എവിടെയോ ആ സ്വർണ്ണനഗരം ഉറങ്ങുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ഒരുപക്ഷേ അത് വെറുമൊരു കെട്ടുകഥയായിരിക്കാം, അല്ലെങ്കിൽ റാലിപ്പോലുള്ള ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവനെടുത്ത, ഒരിക്കലും കണ്ടെത്താനാകാത്ത ഒരു രഹസ്യമായിരിക്കാം. റാലിയുടെ കഥ ഇവിടെ തീരുന്നു. പക്ഷേ മനുഷ്യന്റെ അടങ്ങാത്ത ആഗ്രഹങ്ങളുടെയും ഒരു സ്വപ്നത്തിനുവേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറാകുന്ന അവന്റെ ഭ്രാന്തിന്റെയും കഥ, അത് ഈ ലോകമുള്ളിടത്തോളം കാലം തുടർന്നുകൊണ്ടേയിരിക്കും.